ഭയത്തിന്റെ വന്യതയല്ല, പരസ്പര വിശ്വാസത്തിന്റെ സൗഹൃദമാണ് വലുതെന്ന് മനുഷ്യനെ പഠിപ്പിച്ച വനദേവതയായിരുന്നു നാട്ടുകാർക്ക് ഈ കാട്ടാന. വയനാട് ചേകാടി ചന്ദ്രോത്തുന്നതിക്ക് സമീപം വനാതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ 1 മാസത്തോളമായി ഈ പിടിയാന തമ്പടിച്ചിരുന്നു. കൃഷിയിടങ്ങളോ വീടുകളോ നശിപ്പിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ ഈ നാടിന്റെ ഒരു പരിചിത മുഖമായി മാറിയ കാട്ടാനയ്ക്ക് നാട്ടുകാർ സ്നേഹത്തോടെ നൽകിയ പേരായിരുന്നു ലക്ഷ്മി. പ്രദേശവാസികളോട് ഏറെ ഇണക്കത്തിലായിരുന്നു ലക്ഷ്മി. കാട്ടാനയല്ല, നാട്ടിൽ നിന്ന് ആരോ പിടികൂടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടതാണോ എന്ന് വരെ വിശ്വസിച്ച നാട്ടുകാരുണ്ടായിരുന്നു. ഒരു സംശയം, കാട്ടാനാണോ നാട്ടാനാണോ അറിയില്ല. സ്ഥിരമായിട്ട് ഇവിടത്താണ് താമസിക്കുന്നത്. ഒരു മാസമായി ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. ഇല്ല, പറമ്പിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല. കേട്ടോ, അങ്ങനെ ശല്യമുള്ള ആനയൊന്നുമില്ല. പേരെടുത്ത് വിളിച്ചാൽ കാലാട്ടുകയും തലകുലുക്കുകയും ചെയ്തിരുന്ന ലക്ഷ്മി അത്രമേൽ അവർക്ക് പ്രിയങ്കരിയായിരുന്നു. രാവിലെ ഒരു 11 മണി ആ സമയത്തൊക്കെ പിന്നെ വിളിച്ചോണ്ടിരുന്നപ്പോൾ വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്നാൽ ആ സൗഹൃദ കാഴ്ചകൾക്ക് പെട്ടെന്നാണ് അറുതി വന്നത്. പെരിക്കല്ലൂരിനടുത്ത പാതിരി വെള്ളൂപ്പാടി ഉന്നതിക്ക് സമീപമുള്ള വനമേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ലക്ഷ്മിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ചന്ദ്രോത്തുന്നതിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള വനഭാഗമാണിത്. നാട്ടുകാരുമായി ചങ്ങാത്തത്തിലായ ലക്ഷ്മിയുടെ വിയോഗം ചേകാടി ചന്ദ്രോത്ത് ഗ്രാമത്തിന് വലിയൊരു വേദനയായി മാറി. ചെല്ലുന്നത് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മളിടയൊക്കെ ഇങ്ങനെ കാണുന്നു, ചക്കമാങ്ങൊക്കെ തിന്നുന്നതുകൊണ്ട് ഒരു വിഷമം. ഇപ്പം മനസ്സിന് വിട്ടുപോയിട്ടില്ല. ചെല്ലുന്നറിയപ്പോൾ ഭയങ്കര സങ്കടം. നമ്മളിങ്ങനെ ഉപദ്രവിക്കാത്ത ആനയില്ല, അങ്ങനത്തെ ആനയാണെങ്കിൽ കുഴപ്പമില്ല. ഉപദ്രവിക്കുന്ന ആനയുണ്ട്, അതാണ്. ഇത് നല്ല ആനയായിരുന്നു. ഇന്ന് വരത്തെ കൊണ്ട് തോന്നി എന്താ ഇങ്ങോട്ട് വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായി. ഈ വാർത്ത ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിരുന്നു. കുഴപ്പമൊന്നുമില്ല. 70 വയസ്സ് പ്രായമുള്ള പിടിയാനയ്ക്ക് പ്രായാധിക്യം മൂലമുള്ള അവശതകളാണ് ചെരിയാൻ കാരണമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. പരിശോധിച്ചതിൽ പ്രായാധിക്യമുള്ള ആനയാണ്. സ്വാഭാവികമായ മരണമാണെന്ന് അനുമാനിക്കുന്നത്. ഒരു 70 വയസ്സിന് മേലെ ഉണ്ടാവാമെന്നാണ് തോന്നുന്നത്. വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. വൈകിട്ടോടെ ആനയുടെ ജഡം ഉൾവനത്തിൽ സംസ്കരിച്ചു. വന്യജീവി സംഘർഷങ്ങൾ നിത്യവാർത്തയാകുന്ന ഈ കാലഘട്ടത്തിൽ കാടിന്റെ മക്കൾ മനുഷ്യന് നൽകിയ അത്യപൂർവമായ ഒരു സ്നേഹപാഠമായിരുന്നു ലക്ഷ്മി. ഇനി ആ ഓർമ്മകൾ ചന്ദ്രോത്ത് ഗ്രാമത്തിന്റെ വനാതിർത്തികളിൽ എന്നും നിലനിൽക്കും. 2 ദിവസങ്ങൾക്ക് മുൻപ് വനാതിർത്തിയിൽ നിന്ന് ലക്ഷ്മി എന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തുമ്പോൾ അത് അവളുടെ ചരമവാർത്തയിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. വന്യതയുടെ വഴിയിൽ സ്നേഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചാണ് ലക്ഷ്മി മടങ്ങുന്നത്. ആ വിയോഗത്തിൽ വനാതിർത്തി ഗ്രാമം ഒന്നാകെ വിതുമ്പുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കും നികീഷിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.